LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രമേശ് ചെന്നിത്തല പറഞ്ഞ ശതക്കണക്കല്ല, അതുക്കും മേലെ ഇടതുമുന്നണി വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന് വർഗീയ നിലപാടാണെന്ന പ്രചാരണം നിയമസഭയിലും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ച. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിൽ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് 1.25 മണിക്കൂർ. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രസംഗം. ഇടതു സർക്കാരിന്റെ തുടർച്ചയുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം. ബഹുമാനായ രമേശ് ചെന്നിത്തല ഒരു ശതക്കണക്ക് പറയുന്നത് കേട്ടു. സർ, അതല്ല, അതുക്കും മേലെയാണ് LDF വരാൻ പോകുന്നത്. ആ അവസ്ഥയാണ് കേരളത്തിൽ. അത്തരമൊരു സാഹചര്യമാണുള്ളത്. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. വർഗീയ സംഘടനകൾക്കെതിരായ നിലപാട് മതവിമർശനമല്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. KM ഷാജിയുടെ മതപരാമർശം സഭയിൽ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ളവരും ഇപ്പോൾ ലീഗിലുണ്ടെന്ന് വിമർശിച്ചു. ഷാജിയുടെ പരാമർശം തെറ്റിദ്ധരിച്ചതാണെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. ആ പ്രസംഗത്തിൽ നിരീശ്വരവാദമല്ല, മതവിശ്വാസമാണ് പ്രധാനം എന്ന് സമർത്ഥിക്കാനാണ് കക്ഷി ശ്രമിച്ചത്. അദ്ദേഹം ശ്രമിച്ചത്, പക്ഷെ അത് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. മതവിശ്വാസം അതാണ്, ഈശ്വരവിശ്വാസം പ്രധാനമാണ് എന്ന് പറഞ്ഞതാണ്. അത് മിസ്കോട്ട് ചെയ്ത് മതവിശ്വാസം, മതം ജാതി എന്നുള്ള അർത്ഥത്തിലോ വർഗീയ എന്നുള്ള അർത്ഥത്തിലോ അല്ല പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. AK ബാലന്റെയും സജി ചെറിയാന്റെയും വിവാദ പ്രസ്താവനകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ ആക്രമണം. RSSന്റെ പാതയിൽ ഇടതുപക്ഷം പോകരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുൻ മന്ത്രി AK ബാലന്റെ പ്രസ്താവന, രണ്ടാമത് അവിടെ ഇരിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന, എല്ലാം എന്താ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നോ? അത് വർഗീയവാദം ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. വർഗീയവാദം ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ സംഘപരിവാറിന്റെ അതേ പാതയിൽ സഞ്ചരിക്കുകയാണ്. എന്റെ നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ പോരുന്ന വഴി. ഉമ്മൻചാണ്ടി സർക്കാരിന് ചർച്ചയ്ക്കെടുത്തതോടെ ഈ സർക്കാരിന്റെ കാലത്തെ 18ാം അടിയന്തര പ്രമേയ ചർച്ചയ്ക്കും സഭ വേദിയായി. സിസ്റ്റത്തിന്റെ ഇരകൾ ഏറി വരികയാണെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് സാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് കൈ മുറിച്ച് കളഞ്ഞു സാർ. ആ കുഞ്ഞാ ചോദിക്കുന്നത്, അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ കൈ ഉണ്ടായിരുന്നില്ല, എന്റെ കൈ എവിടെ പോയി? ആ കുഞ്ഞിന് എന്തും മറുപടിയാണ് സാർ. നമ്മുടെ സിസ്റ്റത്തിന്റെ ഇരയല്ലേ സാർ? സിസ്റ്റത്തിന്റെ ഇരയല്ലേ? ബിസ്മീറിന് സാധ്യമായ ചികിത്സ ഏറ്റവും വേഗത്തിൽ നൽകിയെന്നും വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. ആശുപത്രി രേഖകളിൽ നിന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും സാധ്യമായ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നൽകി എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് എന്തായാലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുക. പരാതിയിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 194 പ്രകാരം വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ കേസും എടുത്തിട്ടുണ്ട് സാർ. അപ്പൊ ആരോഗ്യ വകുപ്പ് എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായി കണ്ടുകൊണ്ട് അതിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ വിളപ്പിൽശാലയിൽ സാധ്യമായ ചികിത്സ വേഗത്തിൽ നൽകിയെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് പ്രതിപക്ഷത്തിനെന്ന് ആരോപിച്ചു. സാർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധിക്കും സാർ. അത് തന്നെയാണ് സാർ ഇതിന്റെ പിന്നിൽ. UDF സർക്കാരിൽ ആരോഗ്യ വകുപ്പിനേക്കാൾ ആസ്തി ഉണ്ടാക്കിയത് വകുപ്പ് മന്ത്രിയാണെന്ന വീണ ജോർജിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. കഴിയില്ല. ഈ സർക്കാർ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.